എന്ന് നമുക്ക് ദേവസ്വം ബോർഡിലൂടെ പറഞ്ഞു. രാജാവ് നിന്ന് ഭരണം മാറിയത് മുതൽ നമുക്ക് ദേവസ്വം ബോർഡുണ്ട്. എന്തിനാണ് ദേവസ്വം ബോർഡ്? ഇപ്പൊ തിരുവിതാംകൂർ ക്ഷേത്രത്തിന് കീഴില് 1200-ലധികം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിനുണ്ട്. എന്തിനാ ദേവസ്വം ബോർഡ്? അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടത്താനല്ലേ? അവിടുത്തെ വരുമാനം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ? അവിടുത്തെ ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ? അവിടെ ഇത്തരം ഏതെങ്കിലും കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് ഭക്തജനങ്ങളെ സമാധാനിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു കണക്ക് പുറത്തുവിടാൻ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സനാതന ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അയ്യപ്പ ഭക്തർക്ക് മിനിമം സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഴിമതി തടയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ്? എന്തിനാ ദേവസ്വം മന്ത്രി വിശേഷാൽ നട തുറക്കണ ദിവസമൊക്കെ ഭക്തന്മാർക്ക് പൃഷ്ഠം കാണിക്കാൻ വേണ്ടിയിട്ട്? ഒന്നാം തീയതി ആകാം, അതുമല്ലെങ്കിൽ മകരവിളക്കിനാകാം, മണ്ഡലവിളക്കിനാകാം. അന്ന് ഭക്തന്മാർക്ക് പൃഷ്ഠം കാണിക്കാൻ വേണ്ടി മാത്രമാണോ ഒരു ദേവസ്വം മന്ത്രി ഉള്ളത്? അതല്ല എങ്കിൽ ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേ? ഇത്രയും വലിയ കൊള്ള നടന്നിട്ട്, അവിടെ അഴിമതി നടന്നിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രിക്കില്ലേ? അന്വേഷണം എന്തേ മന്ത്രിയുടെ അടുത്ത് എത്തുമ്പോൾ ഞെടുങ്ങി പോണത്? അവിടെ എത്തുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എങ്കിൽ ആ കവാത്ത് മറക്കുന്നവർ അന്വേഷിക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് സ്വതന്ത്രമായ ഒരു കേന്ദ്ര ഏജൻസി CBI തന്നെ അന്വേഷിക്കണം. ഹൈന്ദവ സംഘടനകൾ അതിൽ കുറഞ്ഞ ഒരാവശ്യത്തിന് മുന്നിലും ഈ പൊറാട്ട് നാടകങ്ങൾ പോരാ. ഈ അറസ്റ്റ്, ആ അറസ്റ്റ്, മറ്റേ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയും ഇത്ര ഗ്രാം പോയി, പിന്നെ പറയും അത്ര ഗ്രാം പോയി, അവിടുന്ന് ഇങ്ങനെയുള്ള കഥകൾ പിന്നിലേക്ക് ഞാൻ ഇത് പണ്ട് നമ്മുടെ മകാര വാരികകളൊക്കെ പല ഫീച്ചറുകൾ എഴുതിയിരുന്നു. മസാലയൊക്കെ പരത്തിയിട്ട് ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ കുറെ ഫീച്ചറുകൾ വരുന്ന വിധത്തിൽ അത്തരത്തിൽ ഫീച്ചറുകൾ ഉണ്ടാക്കുന്ന ഒരു അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല. ഈ ഫീച്ചറുകൾ വായിച്ച് രസിക്കാത്തക്ക ഒരു മാനസികാവസ്ഥയിലല്ല ഇന്നത്തെ ഹൈന്ദവ സമൂഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പ്രതികളിലേക്ക് എത്തണം. ഇനി ഒരിക്കലും ഇത് നടക്കാത്ത വിധത്തിൽ ഇത് പൂട്ടിക്കെട്ടണം. അതുകൊണ്ട് CBI അന്വേഷണം നടന്നേ മതിയാകൂ. ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത രാഷ്ട്രീയക്കാർക്ക് അധികാരം കൈയാളാൻ മാത്രമുള്ള ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ പൊളിച്ചടുക്കിയല്ലാതെ ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കൊണ്ട് ഭക്തർക്ക് പ്രയോജനം ഉണ്ടാകില്ല.